ആൾക്കാർ കഥയുണ്ടാക്കുകയാണ്. ഇപ്പം പല അമ്പലങ്ങളുടെയും മേളിലുള്ള താഴികക്കുടം ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ മേളിൽ ഇറീഡിയം ഉണ്ട്, 500 കോടി രൂപ കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ്. അത് ഈ വെള്ളി മൂങ്ങ പോലൊരു കഥയാണ്. അമ്പലത്തിൻ്റെ താഴികക്കുടങ്ങളുടെ മേളിലൊന്നും ഇറീഡിയം ഇല്ല, ചുമ്മാ പറയണതാണ്. റൈസ് പുള്ളർ, ഇറീഡിയം, ലില്ലിപ്പുട്ട്, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥകൾ കേട്ട് കാണും. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാമോ? വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ്, ആൾക്കാർ കൂടുതൽ വരും, അമ്പലത്തിൽ കുറേ ആൾക്കാർ വരും, അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാകും, ഒരു ഓളം ഉണ്ടാകും. പക്ഷേ ഈ അമ്പലങ്ങളുടെ രാത്രിയിലൊക്കെ ആൾക്കാർ കയറി താഴികക്കൂടെ അടിച്ചുകൊണ്ട് പോകണം. നാസ ഇറീഡിയം വേണമെന്ന് പറഞ്ഞ് 500 കോടി രൂപ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നാട്ടുകാരെ ചുമ്മാ അമ്പലത്തിൻ്റെ പേര് പറ്റിക്കുകയാണ്. അങ്ങനെ ഈ താഴികക്കുടത്തിൻ്റെ ഒന്നും ഇറീഡിയം വരാൻ പോകണമെന്നില്ല, ചുമ്മാ പറയുന്നതാണ്. ഈ ചുമ്മാ പറച്ചിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഡിജിറ്റൽ മാധ്യമങ്ങൾ പോട്ടെ, മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ നിയമ സംവിധാനത്തിലെ സംസാരമൊക്കെ ആയി മാറുന്നത് വളരെ വിഷമമാണ്. അതിൻ്റെ പേര് ഇനിയും പഴയ അറസ്റ്റ് ചെയ്യണം. കാര്യം CPM-കാർക്ക് എങ്ങനെങ്കിലും ഇനി 2-3 കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ BJP-ക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2-3 CPM-കാരെയും കൂടെ അറസ്റ്റ് ചെയ്യണം. കാര്യം അവസാന അറസ്റ്റ് വന്നാൽ അതിൻ്റെ പേരിൽ ഒരു ക്യാമ്പയിൻ ചെയ്യാം. തന്ത്രി അറസ്റ്റ് ചെയ്ത് നിർത്തരുത്. എന്നോട് തന്നെ ഒരാൾ, വളരെ മുതിർന്ന ആൾ പറഞ്ഞു, തന്ത്രി അറസ്റ്റ് ചെയ്ത് നിർത്തിയാൽ ശരിയാവില്ല, വേറെ 1-2 പേരെയും കൂടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നമുക്ക് വെച്ച് പറയാമല്ലോ. ഓരോരുത്തർ ആൾക്കാരുടെ ജീവനല്ലേ. ഈ 60, 70, 80 വയസ്സായ മനുഷ്യരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത്, ഒരു കാര്യമില്ലാതെ. ഒപ്പിട്ടു, ആ സ്ഥലത്ത് കണ്ടു, ഒരു സ്ത്രീയെ, ഈ കേസിനെ ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയി. സുപ്രീം കോടതി നോക്കുന്നത് എന്താ, നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടു കാണും. സുപ്രീം കോടതി പ്രഥമ ദൃഷ്ടിയ കേസ് എന്താ നോക്കൂ, അയ്യോ ദൈവത്തിൻ്റെ സ്വർണം കട്ട കേസാണ്, നിങ്ങൾക്ക് ജാമ്യമില്ല, പൊക്കോളാൻ പറയും. സുപ്രീം കോടതി ഇതിൻ്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നൊന്നുമില്ല. സുപ്രീം കോടതിയിൽ ജസ്റ്റ് ജാമ്യം വരും. കേസ് എന്താ, വളരെ സീരിയസ് ആയ കേസാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജാമ്യമില്ല. അല്ല സുപ്രീം കോടതിയുടെ വിധിയോ ആഴമേറിയ നിരീക്ഷണമൊന്നുമല്ല, പ്രഥമ ദൃഷ്ടിയ ഇത്രയും സീരിയസ് ആയ കേസാണ്, ജാമ്യം തരില്ല, ഇത്രയും മാത്രമേ പറയണുള്ളൂ. നേരത്തെ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, വാജി വാഹനം എന്തിന് തന്ത്രി എടുത്തു, ഭയങ്കര ചോദ്യമാണ്. മുഖ്യധാരാ ചാനൽ ചർച്ച ചെയ്യുന്നതാണ്. തന്ത്രിയെ അങ്ങോട്ട് വിളിച്ച് തന്ത്രിക്ക് കൊടുത്തുവിട്ട് ഹൈക്കോടതി അറിയിച്ചതാണ്. തന്ത്രി എന്ത് ചെയ്യാനാണ്? എന്നിട്ട് വിവാദം ഉണ്ടായപ്പം തന്ത്രി അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് വേറൊരു കഥ കേട്ടു, തന്ത്രി എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തു, അതായത് തന്ത്രി എവിടെയോ കാശ് ഇൻവെസ്റ്റ് ചെയ്തു, അത് നഷ്ടപ്പെട്ട കാര്യം SIT-യോട് കംപ്ലയിൻറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അതും കേസും തമ്മിൽ എന്താ ബന്ധമെന്ന് ആലോചിച്ചു. എന്തെങ്കിലുമൊക്കെ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുക. എന്നിട്ട് വേറൊരു പ്രമുഖ മാധ്യമങ്ങൾ, പേര് പറയുന്നില്ല, തന്ത്രി ഭാഗികമായി കൊള്ളയിൽ പങ്കുണ്ടെന്ന് സമ്മതിച്ചു. ഏറ്റവും പ്രമുഖ ചാനലുകളാണ്, അതായത് ഫസ്റ്റ് 1, 2, 3 നിൽക്കുന്ന ചാനലുകളാണ്. എന്താണ് ഈ ഭാഗികമായി സമ്മതിക്കുക? അതായത് ചുമ്മാ എന്തെങ്കിലും ഒരു അതായത് ഇപ്പം തന്ത്രിയുടെ ഇത് വരികയാണ്, ജാമ്യം വരികയാണ്, ആ ജാമ്യം നിഷേധിക്കാൻ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുക. യഥാർത്ഥം നിങ്ങൾ മീഡിയയെ ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഈ അവസരത്തിൽ വളരെ താഴ്മയായി, വേറെ ആരോടും പറയാനില്ല, ഹൈക്കോടതിയോടും മാധ്യമങ്ങളോടും അല്ല, വേറെ ആരോട് പറയാനാ, വളരെ താഴ്മയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട്, വിശിഷ്യ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാർ, ജസ്റ്റിസ് ജയകുമാർ സാർ, ഇതിൽ ശക്തമായ നിലപാടെടുക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ സാർ അടക്കമുള്ള ഹൈക്കോടതിയാണ് അപേക്ഷിക്കാനുള്ളത്, ഇതുവരെയുള്ള കേസ് ഒന്ന് സമഗ്രമായി റിവ്യൂ ചെയ്യണം. നേരിട്ട് ബന്ധമില്ലാത്തവർക്കെല്ലാം ജാമ്യം അനുവദിക്കണം. അതായത് നേരിട്ട് ബന്ധമില്ലാത്തവർക്കെന്ന് പറഞ്ഞാൽ ഈ കേസിൽ എവിടെങ്കിലും ഒപ്പിട്ടോ അല്ലെങ്കിൽ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു അറസ്റ്റ്, കൊടുത്തു എന്ന് പറഞ്ഞ് 2ാമത്തെ അറസ്റ്റ്. തന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അതായത് വാതിൽ പാളികളിൽ അനുജ്ഞ മേടിച്ചില്ല, മറ്റേതിൽ അനുജ്ഞ മേടിച്ചു. അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരു റിക്വസ്റ്റും കൂടെ, ഇത് 2026 ഒരു ഇലക്ഷൻ അജണ്ട ആവരുത്. ശബരിമല സ്വർണ്ണക്കൊള്ള 2026 ഒരു ഇലക്ഷൻ അജണ്ട ആകരുത്. അത് CPM-നായിരിക്കും കൂടുതൽ ദോഷം ചെയ്യാമെന്ന് എനിക്കറിയാം, പക്ഷേ ആവരുത്. നമ്മൾ അമ്പലവും പള്ളിയും ഒന്നും അല്ലെങ്കിൽ ദൈവവും രാഷ്ട്രീയ വിഷയങ്ങളാകരുത്. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തതാണ് എന്നൊരു അയ്യപ്പ വിശ്വാസിയുടെ ഭാഗമായി അഭ്യർത്ഥിക്കുന്നു.